So last day we studied the principle of homogeneity of dimensions. In a physical equation, each and every term has the same dimensions. If a plus b equal to c is an equation in physics, dimension of a equal to dimension of b equal to dimension of c. This is the principle of homogeneity of dimensions. അതിൻ്റെ 3 അപ്ലിക്കേഷൻസ് പറഞ്ഞു. ഒന്ന്, ടു ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. ഒരു ഫിസിക്സിൽ പുതിയ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ ശരിയാണോ ചെക്ക് ചെയ്യാൻ ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്, ടു ഡിറൈവ് എ ന്യൂ ഇക്വേഷൻ ഫിസിക്സിൽ പുതിയൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമത്തത്, യൂണിറ്റ് കൺവേർഷൻ നമുക്ക് ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് നമ്മൾ കണ്ടതാണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവസാനം തന്നിട്ടുണ്ടായിരുന്നു, 2 ഇക്വേഷൻസ് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഡയമെൻഷനലി റോങ് ആണെന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി റോങ്, സെക്കൻഡ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. നോട്ട് ബുക്കിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഉപയോഗം നോക്കാം. ലെറ്റ് us look at the next application of the principle of homogeneity of dimension to derive a new equation in physics. Suppose we want to find out a new equation in physics. Here I want to find out an equation for, say for example, time period of a pendulum. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കണം. എങ്ങനെയെന്ന് പരിശോധിക്കാം. യു മേ ഹാവ് ഹേർഡ് ഓഫ് എ പെൻഡുലം. ക്ലിയർ? എ സ്മോൾ ബോബ്, ഒരു മാസ്, സ്ഫെറിക്കൽ മാസ് ബോബ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് സസ്പെൻഡ് ഫ്രം എബവ് ബൈ മീൻസ് ഓഫ് എ തിൻ ലൈറ്റ് സ്ട്രിങ്. മുകളിൽ പി എന്ന പോയിന്റിൽ ഉറപ്പിച്ചിട്ടുണ്ട്. എ സിമ്പിൾ പെൻഡുലം ഈസ് എ സ്മോൾ ബോബ് അറ്റാച്ച്ഡ് to the lower end of a light thin string whose other end is fixed here at P. ബോബിൻ്റെ സെൻറ്റർ സി എടുക്കാം. ക്ലിയർ? ദ ഡിസ്റ്റൻസ് ഫ്രം പി ടു സി, പി ഇന്ന് ബോബിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം ആണ് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് എന്നറിയപ്പെടുക. ലെങ്ത്ത് എന്ന പ്രത്യേകത, ഈ പെൻഡുലത്തിന് ഒരു ഭാഗത്തേക്ക് വലിച്ചിട്ട് വിട്ടാലോ, if the bob of the pendulum is taken to one side and released, will execute to and fro oscillatory motions. Clear? Time period t is the time taken by the pendulum to complete one oscillation. ഈ പെൻഡുലത്തിൻ്റെ ബോബ്, ഈ പെൻഡുലം ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരിയഡ് ടി. ക്ലിയർ? ആ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ആദ്യമായിട്ട് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് പല ഫാക്ടേഴ്സിനെ ആശ്രയിക്കും. ദ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം മേ ഡിപ്പെൻഡ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓഫ് ദ പെൻഡുലം. ലെങ്ത്ത് എല്ലിനെ ആശ്രയിക്കും. Then it may depend on the mass of the bob. ബോബിൻ്റെ മാസ് സ്മോൾ എമ്മിനെ ആശ്രയിക്കും. ഇറ്റ് മേ ആൾസോ ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗുരുത്വാകർഷണം മൂലം താഴത്തേക്ക് വരണമല്ലേ ജി. ഇറ്റ് ആൾസോ മേ ഡിപ്പെൻഡ് ഓൺ ജി. ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ we assume the time period of a pendulum depends on 3 factors: length of the pendulum, mass of the bob and value of acceleration due to gravity. നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതി കൂടെ. അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ടി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തിൻ്റെ പവർ എ എന്നെടുക്കാം. എൽ റൈസ് ടു എ വേണമെന്ന് മാറ്റിയതാണ്. ടി പ്രൊപ്പോർഷണൽ ടു എം, മാസ് ആദ്യത എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി എന്ന് എഴുതാം. We can write T proportional to m raised to a, L raised to b, g raised to c, or equal to k times ഒരു കോൺസ്റ്റൻറ്റ് k
പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വാലിറ്റി ഒക്കെ ഒരു കോൺസ്റ്റൻറ്റ് കെ ആഡ് ചെയ്യണം. ഈ കേക്ക് ഡയമെൻഷൻ ഇല്ല. കെ എം റേസ് ടു എ എൽ റേസ് ടു ബി ജി റേസ് ടു സി, ശരിയല്ലേ? ടി ഈക്വൽ ടു രണ്ട് ഭാഗത്തും ഡയമെൻഷൻസ് വി ക്യാൻ അപ്ലൈ ഡയമെൻഷൻസ് ടു ബോത്ത് സൈഡ്സ്. ഡയമെൻഷൻ ഓഫ് ടി സമം ഡയമെൻഷൻ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡയമെൻഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഇനി നോക്കിക്കോ, ഡയമെൻഷൻ ഓഫ് ടൈം ലെഫ്റ്റ് സൈഡ് എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് k is a number, no dimension. Then dimension of mass m raised to a, dimension of length l raised to b, dimension of g acceleration, so l t raised to -2 whole raised to c. Clear? In this manner we get m raised to a L raised to B and C, L raised to B plus C, correct? Then T raised to what? -2C, correct? Now left hand side we have m raised to 0 l raised to 0 t raised to 1, equating dimensions of mass on both sides. We get m raised to 0 left hand side, right hand side m raised to a, which means a equal to 0. Clear? Similarly equate dimensions of length. എന്ത് കിട്ടും? ലെങ്ത് ഡയമെൻഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0, റൈറ്റ് ഹാൻഡ് സൈഡോ b plus c, that is b equal to -c. Next equate dimensions of time on both sides. -2c equal to left hand side 1, which means c equal to -half. Equation 1 2 3 c -half ആണെങ്കിൽ അല്ലേ, യൂസ് 3 into b സമം -c സമം -half ശരിയല്ലേ, ഈക്വൽ ടു +half. a 0 നേരത്തെ കിട്ടി. അപ്പോൾ t എന്നാണ്? t സമം k ഇൻറ്റു അല്ലേ എം റേസ് ടു എ എം റേസ് ടു 0, അപ്പോൾ മാസ് ഇല്ല. പിന്നെയോ എൽ റേസ് ടു ബി +half ആണ്, എൽ റേസ് ടു ഹാഫ്. പിന്നെ ജി റേസ് ടു സി ആണ് -half. ഓർ ടി സമം കെ, ഇങ്ങനെ എഴുതി കൂടെ, എൽ റേസ് ടു ഹാഫ് റൂട്ട് എൽ, ജി റേസ് ടു -half 1/, സോ കെ റൂട്ട് എൽ ബൈ ജി. ഇതാണ് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ. കെയുടെ വാല്യൂ ഇവിടുന്ന് കിട്ടൂല. വി കനോട്ട് ഗെറ്റ് ദ വാല്യൂ ഓഫ് കെ ഫ്രം ഹിയർ. വി റൈറ്റ് ആസ് 2π. ദ വാല്യൂ ഓഫ് കെ ഈസ് 2π. സോ വി ഗെറ്റ് ടി ഈക്വൽ ടു കെ റൂട്ട് എൽ ബൈ ജി. സോ ദ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ടി ഈക്വൽ ടു കെ റൂട്ട് എൽ ബൈ ജി. മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ക്ലിയർ?
This is the way in which we find out a new equation in physics. Clear? സ്റ്റെപ്സ് നോക്കുക. ആദ്യം ഏതൊക്കെ ഫാക്ടേഴ്സിനെ ആശ്രയിക്കുന്നു എന്ന് അല്ലേ, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെ ആശ്രയിക്കുന്നു നോക്കുക. ഒരു ഇക്വേഷൻ എഴുതുക അല്ലേ. പിന്നെ രണ്ട് ഭാഗത്തും ഡയമെൻഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. പ്രൊപ്പോർഷണാലിറ്റി ആകുമ്പോൾ കെ വേണം. ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ക്ലിയർ? വിക്ടേഴ്സിൽ കണ്ടിട്ടാവും അല്ലേ. ഒരു എക്സാമ്പിളാണ്. ക്ലിയർ? വൺ എക്സാമ്പിൾ. ക്ലിയർ? To find out any equation in physics, we can use the method of dimensions. Clear? One application. Do one thing, using the same method, using the question. Principle of homogeneity, find out an equation for the centripetal force F on a body which depends on mass m, speed v, and radius of rotation r. Clear? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? സെൻട്രിപ്പൽ ഫോഴ്സിന് ഒരു ഇക്വേഷൻ കണ്ടെത്തുക. അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും മാസ്, സ്പീഡ്, റേഡിയസ് ആർ. ക്ലിയർ? എങ്ങനെ ചെയ്യൽ? എഫ് പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ, വി റേസ് ടു ബി, ആർ റേസ് ടു സി ഈക്വൽ ടു കെ എം റേസ് ടു എ, v raised to b, r raised to c. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യുക രണ്ട് ഭാഗത്തും. എം ഫോഴ്സ് ആണല്ലോ, എം എൽ ടി റേസ് ടു -2. റൈറ്റ് ഹാൻഡ് സൈഡ് മാസ് എം റേസ് ടു എ, വി ആണ് എൽ ടി റേസ് ടു സ്പീഡ് ഓൾ റേസ് ടു ബി. റേഡിയസ് ആകുമ്പോൾ ലെങ്ത് തന്നെ L raised to C. ഇപ്പോൾ റൈറ്റ് ഇക്വേറ്റ് അല്ലേ പവേഴ്സ് ഓഫ് മാസ് ഓൺ ബോത്ത് സൈഡ്സ് അല്ലേ. ആദ്യം മാസിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എ ആണ്. we can find out equating powers of mass. We get a equal to 1. എ കിട്ടി. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മാസിൻ്റെ പവർ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാസിൻ്റെ പവർ 1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലോ എൽ റേസ് ടു ബി പ്ലസ് സി ആണ്. ശരിയല്ലേ? എൽ റേസ് ടു ബി പ്ലസ് സി ആണ്, സമം 1 കിട്ടും. അതായത് ബി സമം 1 - c എന്ന് എഴുതാം. ശരിയല്ലേ? ഇക്വേഷൻ 2 എടുക്കുക. പക്ഷേ ഇത് നമുക്ക് ബി ഒ സി കിട്ടൂല അല്ലേ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടൈമിൻ്റെ പവർ -2 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലോ -b ആണ് അല്ലേ. -1 - b, -b സമം -2 മീൻസ് b സമം 2. ഇക്വേഷൻ 3 ഇതാ എയും കിട്ടി ബിയും കിട്ടി. ഇനി സി എങ്ങനെ കാണാം? ഇക്വേഷൻ 2 ഉപയോഗിച്ചാൽ അതിൽ നിന്ന് സി കിട്ടും. സി സമം 1 - b ആണ്. 1 - 2 -1 സി -1 എല്ലാം കിട്ടിയില്ലേ? എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. സോ എഫ് ഈക്വൽ ടു കെ എം റേസ് ടു എ 1 ആണല്ലോ.
വി റേസ് ടു ബി വി സ്ക്വയർ സി ആർ റേസ് ടു സി ആർ റേസ് ടു -1 കെ എം വി സ്ക്വയർ ബൈ ആർ. ഇവിടെ കെയുടെ വാല്യൂ 1 ആണ്. ഇങ്ങനെ ചെയ്തു.